ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇന്ന് ഐസ്ക്രീം ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യത്തെ ലൊക്കേഷൻ നോർത്ത് പറൂര് വരാപ്പുഴക്ക് പോകുന്ന വഴിയുള്ള മൂലൻ സൈബർ മാർക്കറ്റിൻ്റെ അവിടെയുള്ള സ്കാൻഡിയാണ്. നമ്മളപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഐസ്ക്രീമുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്തത് സ്കാൻഡിയുടെ ഡിലൈറ്റ് എന്ന് പറയുന്ന ഫ്ലേവർ ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് സ്കാൻഡിയിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല, എങ്ങനെയാണെന്നുള്ളതൊന്ന് ട്രൈ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടായിരുന്നു കയറുന്നത്. അപ്പോൾ ഇതിന് ഒരു ഡാർക്ക് കളറായിരുന്നു ഉണ്ടായിരുന്നത്. മീൻസ് അത്ര ഡാർക്ക് അല്ല, ഒരു നോർമൽ ഡാർക്ക്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ, ബൂസ്റ്റിൻ്റെ ഫ്ലേവറാണെന്ന് തോന്നുന്നു. ആ ഒരു ബൂസ്റ്റിൻ്റെ ലെവൽ ഓഫ് ഫ്ലേവറാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പറവൂർ തന്നെയുള്ള നമ്മുടെ ആലിൻചൂട്ടിലുള്ള വേറൊരു കടയിൽ കയറി. അതായത് പെനി ഐസ്ക്രീമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്കാൻഡിയിൽ എന്താണോ കഴിച്ച് അതേ സെയിം ഫ്ലേവർ തന്നെയാണ് നമ്മൾ പെനിയിലും കയറിയിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്, അതായത് ഡിലൈറ്റ് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ചെന്ന് ഇവിടെയും ചില്ലിൻകൂട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീംസ് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഡിലൈറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെടുത്തു. സ്കാൻഡിയിൽ ഡിലൈറ്റിൻ്റെ ഐസ്ക്രീമിന് 30 രൂപയായിരുന്നു, പെനിയിൽ ഡിലൈറ്റിൻ്റെ ഐസ്ക്രീമിന് 26 രൂപയായിരുന്നു. ഇവിടെ ആദ്യം 30 രൂപയായിരുന്നു, ഇപ്പോൾ 26 രൂപ ആയിട്ടുണ്ട്. നമ്മളിവിടെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. നല്ല ഐസ്ക്രീം ആയിരുന്നു കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഈ ഡിലൈറ്റിന് ഇതിവിടെ പൊട്ടിച്ചപ്പോൾ ഇതിൽ കുറച്ച് അത്രയും ഡാർക്ക് കളർ ഉണ്ടായിരുന്നില്ല, ഒരു ലൈറ്റ് കളറായിരുന്നു ഇവിടുത്തെ ഐസ്ക്രീമിന് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് അല്ല, ഒരു ക്രീം കളർ ഷെയ്ഡ് പോലെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഐസ്ക്രീമാണ് ഇവിടുന്ന്, എപ്പോൾ വന്നാലും ഡിലൈറ്റ് തന്നെയാണ് കഴിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കാൻഡിയും പെനിയിലെയും ഡിലൈറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മൈൽഡ് ഫ്ലേവർ വരുന്നത് പെനിയിലായിരുന്നു. മറ്റേത് കുറച്ച് ആ ഒരു ഡാർക്ക് സ്വീറ്റ്നെസ് കുറച്ച് കൂടുതലായിരുന്നു. അതിൽ ബൂസ്റ്റാണോ എന്താണെന്ന് അറിയില്ല, അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് കൂടുതലായിരുന്നു. ഇതിൽ നോർമലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത് പെനിയിലായിരുന്നു. നിങ്ങളും പോയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.